ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? വിമതരുടെ കാര്യത്തിൽ അങ്ങനെയാണോ? കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയാണോ? കോട്ടയം മാടപ്പള്ളി പഞ്ചായത്തിൽ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് വിമതൻ മത്സരരംഗത്ത്. കോട്ടയം നഗരസഭാ ചെയർപേഴ്സണും വിമതൻ. അതുപോലെ എറണാകുളത്ത് വിമതശല്യം ഒഴിവാക്കാനുള്ള DCC നേതൃത്വത്തിൻ്റെയും മുതിർന്ന UDF നേതാക്കളുടെയും എല്ലാ ശ്രമങ്ങളും പാളി. UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കാന്തപുരം വിഭാഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മത്സര ചിത്രം തെളിഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയിൽ LDFന് മേൽക്കൈ. അവിടെ പലയിടത്തും UDF പഞ്ചായത്തിലും കോർപ്പറേഷനിലും അടക്കം ശക്തമായ വിമത സാന്നിധ്യം തിരിച്ചടിയാകുമെന്ന പേടിയിലാണ് UDF. കാസർകോട് വിമത പ്രശ്നം പരിഹരിക്കാനാകാതെ UDF ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 17 വാർഡുകളിൽ 7 വിമതർ. അതിലെ വിശദാംശങ്ങൾ ഞാൻ പറയണ്ടല്ലോ. അങ്ങനെയൊക്കെ എത്തിയിട്ടാണ് ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ VD സതീശനും K മുരളീധരനുമൊക്കെ മറ്റുള്ളവർ പറയുന്ന നിലപാടിന് വിരുദ്ധമായ നിലപാടുകൾ പുറത്തേക്ക് പറയുന്നതും. ഇതൊക്കെയാണ് പ്രശ്നം. താങ്കൾ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളൊന്നും ചർച്ചയാകുന്നില്ല എന്നല്ല, അതൊക്കെ ജനങ്ങൾ അക്കാര്യത്തിൽ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കോൺഗ്രസിലോ UDFിലോ എന്തുണ്ട് ഒരു നടപടിയായി ചൂണ്ടിക്കാട്ടാൻ? നോക്കൂ ഡോക്ടർ ലാലെ, ഈ വിമതശല്യം എന്ന് പറയുന്നത് UDFിലുണ്ട്, LDFിലുണ്ട്, CPMിലുണ്ട്, CPIയിലുണ്ട്, എല്ലാത്തിലുണ്ട് വിമതശല്യം. വിമതശല്യം ഒന്നും ഇല്ലാത്ത ഒരു മുന്നണിയോ പാർട്ടിയോ ഇല്ല. സത്യസന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ പറയണം. കാരണം ഈ നാട്ടിലെ പ്രാദേശികമായിട്ടാണ് വിമതർ. അത് കേൾക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ നുണയാന്ന് പറയും. ഇവിടെ തൃശ്ശൂർ ടൗണിൽ തന്നെ നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് CPIയിലെ വിമതനുണ്ടായിരിക്കുന്നത്. അതുപോലെ CPMൻ്റെ ചില പഞ്ചായത്തിൽ വിമതനുണ്ടായിരിക്കുന്നത്. മാത്രമല്ല പാർട്ടി മാറുകയാണ്. CPMനെ നേതാക്കൾ BJPയിലേക്ക് പോവുകയാണ്, കോൺഗ്രസിൽ നിന്ന് പോകുന്നുണ്ട്, അത് എല്ലാത്തിൽ നിന്നും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതൊക്കെ ഒരു ചർച്ചയാണെങ്കിൽ പോലും താങ്കൾ പറഞ്ഞ 1-2 കാര്യങ്ങളെ വിശദമായിട്ട് പറയാം. ഒന്ന്, ശബരിമല വിഷയം. ശബരിമല വിഷയത്തിൽ അറസ്റ്റിലായ രണ്ട് CPM നേതാക്കളുണ്ട്. അതിലൊരാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA ഒക്കെയാണ്. ഒരാൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. പാർട്ടി നിന്നവരൊന്നും മാറ്റിയിട്ടില്ല, പാർട്ടി നടപടി എടുത്തിട്ടില്ല. എന്തുകൊണ്ടാ പാർട്ടി നടപടി എടുക്കാതെ? നമുക്ക് മുൻ അനുഭവങ്ങൾ വെച്ച് ആ പാർട്ടിയിൽ ഒരു നടപടി വേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അവർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക നമുക്കറിയാം. അക്കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കാം. പക്ഷെ അതിനുള്ള സമയമേ ആകുന്നുള്ളൂ അക്കാര്യത്തിൽ.